ഇന്ത്യ ബി.സി. 306-ൽ മസിഡോണിയൽ ചക്രവർത്തിയായ അലക്സാണ്ടർ ഇന്ത്യയിലെത്തിയിരുന്നു. ബി.സി. 550-ൽ പേർഷ്യൻ രാജാവായ സൈറസ് ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ പ്രവിശ്യകൾ ആക്രമിച്ച് കൊള്ളയടിച്ചിരുന്നു. എ.ഡി. 458-ൽ ഹൂണന്മാരുടെ ആക്രമണവും ഉണ്ടായി. എ.ഡി. 712-ൽ മുഹമ്മദ് ബിൻ കാസിമിന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യത്തെ അറബി ആക്രമണം. എ.ഡി. 1000-നും 1030-നുമിടയിൽ തുർക്കി വംശജനായ മുഹമ്മദ് ഗസ്നി പലതവണ ഇന്ത്യയെ ആക്രമിച്ച് കൊള്ള നടത്തുകയുണ്ടായിട്ടുണ്ട്. എ.ഡി. 1150-നും 1210-നുമിടയിൽ തുർക്കി വംശജനായ മുഹമ്മദ് ഗോറി പലതവണ ഇന്ത്യയെ ആക്രമിച്ച് കൊള്ള നടത്തുകയുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. എ.ഡി. 1221-ൽ മംഗോളിയ വംശജനായ ചംഗീസ് ഖാൻ ഇന്ത്യയെ ആക്രമിച്ച് കൊള്ള നടത്തുകയുണ്ടായിട്ടുണ്ട്. എ.ഡി. 1398-ൽ മംഗോളിയ വംശജനായ തിമൂർ ഇന്ത്യയെ ആക്രമിച്ച് കൊള്ള നടത്തുകയുണ്ടായിട്ടുണ്ട്. 1498-ൽ പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങി. ഇന്ത്യയിലിറങ്ങിയ പോർച്ചുഗീസുകാർ കോളനിവൽക്കരിക്കാൻ തുടങ്ങി. അതോടെ യൂറോപ്യൻസ് ഇന്ത്യയിൽ കോളനിവൽക്കരിച്ച് കൊലയും കൊള്ളയും തുടങ്ങി. ഇന്നത്തെ ഇസ്ബുഗിസ്ഥാനിൽ ജനിച്ച തുർക്കി മംഗോളിയ വംശജനായ ബാബർ 1506-ൽ ആക്രമിച്ചു പിടിച്ചടക്കി ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചു. 1605-ൽ ഡച്ചുകാർ വന്ന് ഇന്ത്യയെ ആക്രമിച്ച് കൊള്ളയടിച്ചു തുടങ്ങി. 1608-ൽ ബ്രിട്ടീഷുകാർ വ്യാപാരത്തിന് ഗുജറാത്തിലെത്തി അവിടെ കോളനിവൽക്കരിച്ച് ഭരണം നടത്താൻ തുടങ്ങി. 1733-ൽ ഫ്രഞ്ചുകാർ വന്ന് ഇന്ത്യയെ ആക്രമിച്ച് കൊള്ള നടത്തി തുടങ്ങി. 1738-ൽ പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന നാദിർ ഷാ ഇന്ത്യയെ ആക്രമിച്ച് മുഗൾ ചക്രവർത്തി ഷാജഹാൻ നിർമ്മിച്ച മയൂര സിംഹാസനവും മറ്റും അമൂല്യമായ പലതും കൊള്ളയടിച്ചുകൊണ്ടുപോയി. 1855-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. 1857-ൽ മംഗൾ പാണ്ഡെ, റാണി ലക്ഷ്മിഭായ്, ബഹദൂർ ഷാ സഫർ എന്നിവർ നേതൃത്വം നൽകി തുടങ്ങിവച്ച ശിപായി ലഹള മഹാവിപ്ലവമാണ് ഒന്നാം സ്വാതന്ത്ര്യസമരം. 1857-ൽ ഒന്നാം സ്വാതന്ത്ര്യസമരം മൂലം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർ ഏറ്റെടുത്ത് അടിമകളാക്കി ഭരിക്കാൻ തുടങ്ങി. എ.ഒ. ഹ്യൂം മുൻകൈയെടുത്ത് 1885-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു. 1893-ൽ ഗാന്ധിജിയെ ഇംഗ്ലണ്ടിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര പോകുന്ന കാലത്തുണ്ടായ വെളുത്ത വർഗക്കാർക്ക് മാത്രമാണ് ഫസ്റ്റ് ക്ലാസ് യാത്രയുള്ളൂ എന്ന് പറഞ്ഞ് ട്രെയിനിൽ നിന്ന് വംശീയതയും വർണ്ണവിവേചനം മൂലം ട്രെയിനിൽ നിന്ന് പുറത്താക്കുന്നു. കേഴ്സൺ പ്രഭുവിന്റെ ബംഗാൾ 1915-ൽ ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നു. 1917-ൽ ബീഹാറിലെ ചമ്പാരയിൽ നീലം കർഷകർക്കു വേണ്ടി ഗാന്ധിജി സത്യാഗ്രഹം നടത്തി. 1918 ഗുജറാത്തിലെ ഖേഡ ജില്ലയിലെ കർഷക സമരമാണ് ഖേഡ സത്യാഗ്രഹം. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ വിളനാശം മൂലം നികുതി അടയ്ക്കാൻ കഴിയാത്ത കർഷകർക്ക് നികുതി ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് 6 മാസത്തോളം സമരം നീണ്ടുനിന്നു. ഈ സമരം ഗാന്ധിജിയുടെ ആദ്യകാല നികുതി നിഷേധ സമരങ്ങളിൽ ഒന്നായിരുന്നു. 1918-ൽ ഗാന്ധിജി നയിച്ച അഹമ്മദാബാദ് തുണിമിൽ സമരം പ്ലേഗ് ബോണസ് നിഷേധിച്ചതിനെ തുടർന്ന് തൊഴിലാളികളുടെ ശമ്പള വർധനവിനായി നടന്ന ഐതിഹാസിക സമരമായിരുന്നു. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഹങ്കർ സ്ട്രൈക്ക് എന്ന നിലയിൽ ശ്രദ്ധേയമായ ഈ സമരം 21 ദിവസത്തെ പണിമുടക്കിനൊടുവിൽ തൊഴിലാളികൾക്ക് 35% വേതന വർധനവ് നേടിക്കൊടുത്തു. ഹോം റൂൾ ലീഗിന്റെ പ്രചാരണത്തിന് ബാലഗംഗാധര തിലകൻ നേതൃത്വം നൽകി. ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി ബാലഗംഗാധര തിലകൻ 1918-ൽ ഇംഗ്ലണ്ടിലേക്ക് പോയി. അവിടെ ലേബർ പാർട്ടി നേതാക്കളുമായി ബന്ധം സ്ഥാപിച്ചു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബിൽ പരിഗണിക്കുന്നതിനായി രൂപവൽക്കരിച്ച പാർലമെന്ററി ജോയിന്റ് സെലക്ട് കമ്മിറ്റി മുൻപാകെ ഇന്ത്യൻ ഹോം റൂൾ ലീഗിനുവേണ്ടി തിലകൻ ഹാജരായി. പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തുന്നതിനുവേണ്ടി 1919-ൽ റോളക്ട് ആക്ട്
അഥവാ സമരത്തെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടെ ബ്രിട്ടീഷ് സർക്കാർ റോളക്ട് ആക്ട് പാസാകുന്നു. ഈ കരിനിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ ജനങ്ങൾ പഞ്ചാബിലെ അമൃത്സറിൽ ജാലിയൻ ബലാബാഗിൽ ഒത്തുചേർന്ന സമരക്കാരെ ബ്രിട്ടീഷ് സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കെ.എം. മൗലവി, ചെമ്പ്രശ്ശേരി കുഞ്ഞിസീതി തങ്ങൾ, കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവർ തിരൂരങ്ങാടി ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. ബ്രിട്ടീഷ് വിരുദ്ധത ഉയർത്തിപ്പിടിക്കാനും ഇന്ത്യൻ മുസ്ലിംകൾ 1919 കാലഘട്ടത്തിൽ ആരംഭിച്ച പാൻ ഇസ്ലാമിക് പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അലി സഹോദരന്മാർ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, അബുൽ കലാം ആസാദ് എന്നിവർ നേതൃത്വം നൽകിയ ഈ പ്രസ്ഥാനത്തെ മഹാത്മാഗാന്ധിയും കോൺഗ്രസും പിന്തുണച്ചു. എന്നിട്ട് അതിനെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി യോജിപ്പിച്ചു. 1920-ൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഹിംസാത്മകമായ ബഹിഷ്കരണം നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. 1921 നവംബർ 19-നാണ് ചരിത്രപ്രസിദ്ധമായ വാഗൺ ട്രാജഡി നടന്നത്. മലബാർ കലാപത്തിനിടെ തടവിലാക്കപ്പെട്ട തടവുകാരെ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വായുസഞ്ചാരമില്ലാത്ത ഗുഡ്സ് വാഗണിൽ അടച്ചുപൂട്ടി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ വലിയ ക്രൂരമായ സംഭവമായിരുന്നു അത്. 1922 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ ചൗരി ചൗരയിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനത്തിനു നേരെ പോലീസ് വെടിവെപ്പ് നടത്തുകയും പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീവെച്ച് 22 പോലീസുകാരെ കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൗര സംഭവം. അഹിംസാപരമായ സമരത്തിനു പകരം അക്രമം നടന്നതിൽ മനം നൊന്ത് 1922 ഫെബ്രുവരി 12-ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം അടിയന്തിരമായി പിൻവലിച്ചു. 1929 ഡിസംബറിൽ ലാഹോറിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് 1930 മാർച്ച് 12-ന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അഹിംസാ സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയിലേക്ക് നടത്തിയ യാത്രയോടെയാണ് ഇതാരംഭിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതിനു ശേഷം നടന്ന ആദ്യ പ്രഖ്യാപിത സമരമായിരുന്നു ഇത്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത സോഷ്യലിസ്റ്റ് വിപ്ലവകാരികളിൽ ഒരാളായിരുന്നു ഭഗത് സിംഗ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ആദ്യ വിപ്ലവകാരിയായി അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവ സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഭഗത് സിംഗ്. ലാഹോറിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടായ ലാഹോർ ഗൂഢാലോചന കേസിൽ അദ്ദേഹം പോലീസിന് കീഴടങ്ങി. പോലീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ടായിരുന്നുവെങ്കിലും തങ്ങളുടെ ആശയങ്ങളും ലക്ഷ്യങ്ങളും ബ്രിട്ടീഷ് അധികാരികൾ തിരിച്ചറിയട്ടെ എന്ന് കരുതിയാണ് ഭഗത് സിംഗും കൂട്ടരും പോലീസിന് കീഴടങ്ങിയത്. ജയിലിൽ എല്ലാ തടവുകാർക്കും ഒരേ പരിഗണന ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭഗത് സിംഗ് 63 ദിവസത്തെ നിരാഹാര സത്യാഗ്രഹം നടത്തി. 23 മാർച്ച് 1931 അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളിൽ അധികാരം കുറച്ചും കേന്ദ്രത്തിന്റെ അധികാരം കൂടിയുമുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935-ൽ നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ വലിയൊരു ഭാഗവും ഏകദേശം 75%-ലധികം 1935-ലെ ഈ നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് പറയപ്പെടുന്നു. 1939 സെപ്റ്റംബറിൽ വാർധയിൽ വെച്ചു നടന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തക സമിതി യോഗത്തിൽ ഉപാധികൾക്ക് വിധേയമായി ഫാസിസത്തിനെതിരെയുള്ള സമരത്തെ അനുകൂലിക്കുന്ന പ്രമേയം പാസാക്കി. പക്ഷേ ഇതിനു പകരമായി സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർ ആ ആവശ്യം നിരസിക്കുകയാണ് ചെയ്തത്. 1942-ൽ ഗാന്ധിജിയുടെയും ജനങ്ങളുടെയും നേതൃത്വത്തിൽ ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനത്തിൽ അവസാനത്തെ വലിയ ജനകീയ പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വതന്ത്രയാക്കാൻ ഇന്ത്യയ്ക്ക് പുറത്ത് അച്ചുതണ്ട് ശക്തികളുടെ സഹായത്തോടെ രൂപീകരിച്ച ഒരു താൽക്കാലിക സർക്കാരായിരുന്നു ആർ.സി. ഹുക്മത്തെ ആസാദ് ഹിന്ദ് എന്ന ആസാദ് ഹിന്ദ് ഫൗജ്, അഥവാ INA. 1943-ൽ ജപ്പാന്റെ സഹായത്തോടെ സിംഗപ്പൂരിലാണ് ഈ സർക്കാർ രൂപമെടുത്തത്. സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരമൊരു സമാന്തര നീക്കം വിദേശ രാജ്യങ്ങളിലായി നടന്നത്.
ഇന്ത്യൻ നേതാക്കളുമായി ചർച്ചയ്ക്ക് ബ്രിട്ടനിൽ നിന്നുള്ള ക്യാബിനറ്റ് മിഷൻ 1946-ൽ ഇന്ത്യയിലെത്തി. 1946 ഡിസംബർ 9-ന് ഇന്ത്യയുടെ ഭരണനിർമ്മാണ സമിതി ആദ്യ യോഗം ചേർന്നു. ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ-പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് സ്വാതന്ത്ര്യ ഡൊമിനുകളായി വിഭജിച്ചുകൊണ്ടുള്ള ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാകുന്നു. 1947 ജൂൺ 3-ന് ചേർന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയും ജവഹർലാൽ നെഹ്റുവും വല്ലഭായ് പട്ടേലും അതിനെ അനുകൂലിച്ചപ്പോൾ ഗാന്ധിജി അതിനെ എതിർത്തു. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. വിഭജനത്തിലൂടെ വൻ കലാപമുണ്ടാകുകയും 2 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിൽ മരണമുണ്ടായി എന്നാണ് അനുമാനം. പണവും കടവും 82.5% ഇന്ത്യയ്ക്കും പാകിസ്ഥാന് 17.5% എന്ന അനുപാതത്തിൽ പങ്കിട്ടു. ജംഗമ വസ്തുക്കൾ 80% ഇന്ത്യയ്ക്കും 20% പാകിസ്ഥാനും വിഭജിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്ന സമയത്ത് 545 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. 1947 ഇന്ത്യയുടെ ജനസംഖ്യ 34 കോടിയായിരുന്നു. പലസ്തീൻ വിഷയത്തിൽ വളരെ വ്യക്തവും ശക്തവുമായ നിലപാടാണ് മഹാത്മാഗാന്ധി സ്വീകരിച്ചിരുന്നത്. 1938-ൽ ഹരിജൻ മാസികയിൽ അദ്ദേഹം പലസ്തീനെക്കുറിച്ച് എഴുതിയ കാര്യങ്ങൾ ഇന്നും പ്രസക്തമാണ്. ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാർക്ക് എങ്ങനെയോ ഫ്രാൻസ് ഫ്രഞ്ചുകാർക്ക് എങ്ങനെയോ അതുപോലെ പലസ്തീൻ അറബികൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഗാന്ധിജി വ്യക്തമാക്കിയിരുന്നു. ബ്രിട്ടീഷ് തോക്കുകളുടെ ബയനറ്റ് സഹായത്തോടെ ജൂതന്മാർ പലസ്തീനിൽ കുടിയേറുന്നതിനെ ഗാന്ധിജി എതിർത്തു. അറബികളുടെ നല്ല മനസ്സുകൊണ്ടുവേണം ജൂതന്മാർക്ക് അവിടെ താമസിക്കാൻ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അറബികളുടെ സമ്മതമില്ലാതെ പലസ്തീനിൽ ജൂതരാഷ്ട്രം അടിച്ചേൽപ്പിക്കുന്നതിനെ അദ്ദേഹം ശക്തമായി എതിർത്തു. ഇത് അന്യായവും മനുഷ്യത്വരഹിതവുമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. യൂറോപ്പിൽ ജൂതന്മാർ അനുഭവിക്കുന്ന പീഡനങ്ങളിൽ ഗാന്ധിജിക്ക് സഹതാപമുണ്ടായിരുന്നു. എങ്കിലും ജൂതന്മാർക്ക് സുരക്ഷിതമായൊരു നാട് വേണമെന്ന പേരിൽ മറ്റൊരു ജനതയുടെ, അതായത് അറബികളുടെ മണ്ണിൽ അവരെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം നിലപാടെടുത്തു. പലസ്തീനിലെ അറബികൾ തങ്ങളുടെ രാജ്യത്തിനു മേലുള്ള അനധികൃത കയ്യേറ്റത്തെ അഹിംസാലയത്തിലൂടെ, അതായത് നോൺ വയലൻസിലൂടെ നേരിടണമായിരുന്നു എന്ന് ഗാന്ധിജി ആഗ്രഹിച്ചു. ചുരുക്കത്തിൽ പലസ്തീനികളുടെ ജന്മാവകാശത്തിനൊപ്പമായിരുന്നു ഗാന്ധിജി എന്നും ജൂതരാഷ്ട്രമെന്ന സയോണിസ്റ്റ് ആശയത്തോട് അദ്ദേഹം വിയോജിച്ചിരുന്നുവെന്നും ഈ നിലപാടുകൾ വ്യക്തമാക്കുന്നു. 1948 ജനുവരി 30-ന് വെള്ളിയാഴ്ച വൈകുന്നേരം 5:17-ന് ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവേ ഹിന്ദു മഹാസഭാ പ്രവർത്തകനായ നാഥുറാം ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയേറ്റ് അദ്ദേഹം മരണമടഞ്ഞു.